നമസ്കാരം. വെൽക്കം ടു KPSC 2.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് PSC പരീക്ഷകളിൽ സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വാതക നിയമങ്ങൾ. കഴിഞ്ഞ വർഷത്തെ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഭാഗത്ത് നിന്ന് വളരെ അധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സിമ്പിളായി നമുക്ക് ഈ ഭാഗം ഇന്ന് മനസ്സിലാക്കാം. എന്താണ് ശരിക്കും വാതക നിയമങ്ങൾ? വാതകം എന്ന് പറയുന്നത് ഒരു ദ്രവ്യത്തിന്റെ മൂന്നാമത്തെ അവസ്ഥയാണ്. അതായത് ഹരം, ദ്രാവകം, വാതകം, മൂന്നാമത്തെ അവസ്ഥ. ഈ വാതകത്തിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, അവിടെ ആറ്റങ്ങൾ, അതായത് ആറ്റങ്ങൾ എന്തായിരിക്കും, വളരെ ദൂരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആറ്റങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണ്. അവ തമ്മിലുള്ള ആകർഷണവും വളരെ കുറവാണ്. അവയുടെ സഞ്ചാരം അല്ലെങ്കിൽ അവയുടെ ചലനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതാണ് ഏറ്റവും വാതകത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതയായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഈ വാതകത്തിന്റെ സവിശേഷതകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? മർദ്ദം, വ്യാപ്തം, താപനില, ആറ്റങ്ങളുടെ എണ്ണം തുടങ്ങിയവയാണ്. ഈ പറഞ്ഞ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ആറ്റങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, ഈ കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് 3 വാതക നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ഇവയാണ് ആ 3 എണ്ണം. ഇവ 3ഉം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആര് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 3 ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയിൽസ് നിയമത്തെക്കുറിച്ച് വിശദമായാണ്. എന്താണ് ബോയിൽസ് നിയമം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മൾ അക്വേറിയം കണ്ടിട്ടില്ലേ? അതിൽ നിന്നും ഇങ്ങനെ വായു കുമിളകൾ ജലത്തിൽ കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. അവയുടെ സൈസ് എങ്ങനെയായിരിക്കും? അക്വേറിയത്തിന്റെ അടിഭാഗത്ത് അതിന്റെ സൈസ് ചെറുതായിരിക്കും, വലിപ്പം കുറവായിരിക്കും. എന്നാൽ അവ മുകളിലേക്ക് വരും തോറും എന്ത് സംഭവിക്കുന്നു? അതിന്റെ വലിപ്പം കൂടി വരുന്നു. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ജലം അക്വേറിയത്തിന്റെ അടിയിൽ പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് അക്വേറിയത്തിന്റെ അടിഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്തേക്ക് വരുംതോറും മർദ്ദം കുറഞ്ഞു വരുന്നു. മർദ്ദം കുറയുന്നതനുസരിച്ച് വ്യാപ്തം കൂടുന്നു. അതായത് കുമിളകളുടെ വലിപ്പം കൂടി വരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മർദ്ദവും വോളിയം, അതായത് വ്യാപ്തവും നേർ വിപരീതാനുപാതത്തിലായിരിക്കും. അതായത് മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, മർദ്ദം കുറഞ്ഞാൽ വ്യാപ്തം കൂടും. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോയിൽസ് നിയമത്തിൽ പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത്? ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ബോയിൽസ് നിയമം എന്താണെന്ന് നോക്കിയാലോ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ താപനില സ്ഥിരമാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും നേർ വിപരീതാനുപാതത്തിലായിരിക്കും. അതായത് ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും. ഒന്നുകൂടി നമുക്ക് പറയാം, എന്താണ് ബോയിൽസ് ലോ? താപനില സ്ഥിരമാണെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ പ്രഷറും വോളിയവും മർദ്ദവും വ്യാപ്തവും നേർ വിപരീതാനുപാതത്തിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ പറയാൻ പറ്റും? P പ്രപ്പോർഷണൽ ടു 1/B അല്ലെങ്കിൽ PV = കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ ഇക്വേഷനും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അഥവാ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഇക്വേഷൻ വെച്ച് എഴുതാനായിട്ട് പറ്റും. ഇനി ബോയിൽസ് നിയമത്തിന്റെ ഗ്രാഫുകൾ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ പല എക്സാമിനും ഗ്രാഫുകൾ കാണിച്ച് നമുക്ക് ചോദ്യങ്ങൾ PSC ചോദിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫിന്റെ കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ബോയിൽസ് നിയമത്തിന്റെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതേർം ഗ്രാഫ്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഗ്രാഫ്, ഐസോതേർം ഗ്രാഫുകൾ. ഇവിടുന്ന് 2 തരത്തിലുള്ള ഗ്രാഫുകളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ
പി വി ഗ്രാഫ്. അതായത് പ്രഷർ നമ്മൾ വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ നമ്മൾ വോളിയവും എടുക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? പ്രഷറും വോളിയവും നേർ വിപരീതാനുപാതത്തിലായിരിക്കും. ഒന്ന് കൂടിയ മറ്റേയാൾ കുറയും. അതുകൊണ്ട് തന്നെ പി വി ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു കേർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്ത് ഷേപ്പ് ആയിരിക്കും? ഒരു കേർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പ്രഷർ വൈ ആക്സിസിൽ തന്നെ, പക്ഷെ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് 1/v ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ പി വി ഗ്രാഫ് എന്തായിരിക്കും? ഒരു കേർവ്ഡ് ഗ്രാഫ് ആയിരിക്കും. പി 1/v ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഈ ഗ്രാഫും അതിൻ്റെ ആക്സിസിൽ എടുത്തിരിക്കുന്ന ആക്സിസ് ഏതാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നും വളരെ കൃത്യമായി പഠിച്ചു വെക്കണം. ബോയിൽസ് ലോയുടെ മറ്റ് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉറപ്പായും ഉണ്ടല്ലേ. വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? അടിഭാഗത്ത് നിന്ന് വരുന്ന കുമിളകൾക്ക് എന്തായിരിക്കും? അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വലിപ്പം കുറവായിരിക്കും. എന്നാൽ മുകളിലേക്ക് വരുംതോറും എന്തായിരിക്കും? വലിപ്പം കൂടി വരുന്നു, അതായത് അവിടെ മർദ്ദം കുറയുന്നു. ഇതും ബോയിൽസ് ലോയുടെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ മറ്റൊന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂണുകൾ. അവ മുകളിലേക്ക് പോകും തോറും അവിടെ വലിപ്പം കൂടിക്കൂടി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മർദ്ദം കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കൂടുന്നു. ഇതും ബോയിൽസ് ലോയുടെ ഒരു എക്സാമ്പിൾ ആണ്. പലപ്പോഴും നമ്മളോട് ചോദിച്ചു കാണാറുള്ളതാണ്, ഗ്രാഫുകൾ തന്നിട്ട് അത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എക്സാമ്പിളുകൾ തന്നിട്ട് ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവ മനസ്സിലാക്കി തന്നെ പഠിക്കുക. 2023 BFAയുടെ മെയിൻ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, അക്വേറിയത്തിൽ നിന്നും കുമിളകൾ മുകളിലേക്ക് വരും തോറും അതിൻ്റെ വലിപ്പത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന്. അതിനുത്തരം ഇപ്പം നമുക്കറിയാം. മുകളിലേക്ക് വരും തോറും എന്ത് സംഭവിക്കുന്നു? അവയുടെ സൈസ് അല്ലെങ്കിൽ വലിപ്പം കൂടി വരുന്നു. ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്താണ്? നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത വാതകത്തിന്റെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദവും വോളിയം അല്ലെങ്കിൽ വ്യാപ്തവും നേർ വിപരീതാനുപാതത്തിൽ ആയിരിക്കും. അതിന് കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. അക്വേറിയത്തിൽ നിന്നും കുമിളകൾ വരുന്ന കാര്യം, വെള്ളം തിളയ്ക്കുന്ന കാര്യം, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ബലൂണുകളുടെ കാര്യം, അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ സമുദ്രത്തിൽ നിന്നും വരുന്ന കുമിളകൾ, ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഐസോതേർം ഗ്രാഫും അതിൻ്റെ ഷേപ്പും അതും കൂടി ഓർത്തിരിക്കുക. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ നന്നായി പഠിച്ചുത്തരം എഴുതുമെന്ന് വിശ്വസിക്കുന്നു. PSC പരീക്ഷയുടെ പാറ്റേൺ മാറി വരുന്നത് കൊണ്ട് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചിലപ്പം ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്നായി പഠിച്ച് ഉത്തരം എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.